റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. വിദേശത്ത് വെച്ച് മരിക്കുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ വൻ കൊള്ള. മൃതദേഹം വൃത്തിയാക്കി അയക്കുന്ന നടപടികൾക്ക് വലിയ തുകയാണ് ഏജൻസികൾ ഈടാക്കുന്നത്. എംബാമിംഗ്, കാർഗോ, മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നടപടികൾക്ക് അധിക പണം ഈടാക്കുന്നതിൽ ഏജൻസികൾക്ക് എംബസി മുന്നറിയിപ്പ് നൽകി. ദുബായ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. ദുബായ് നോർത്തേൺ എമിറേറ്റ്സിൽ എംബാമിങ്ങും ബോക്സിന് ഏതാണ്ട് 1700-1800 ദിർഹംസോളം വരും. അത് കാർഗോ എല്ലാം അടക്കം 5400 താഴെയാണ് ചെലവ്. അതിന് പകരം ഇതെല്ലാം ചെയ്ത് മൃതശരീരം നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ 7000, 8000, 10000 വരെ വാങ്ങിയ കേസുകളുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ കോടികൾ വേറെ തട്ടിപ്പ് നടക്കുന്നു. ഈ ഇൻഡിവിഡൽസ് ഇതിനു വേണ്ടി മത്സരിച്ചോടുക. ഒരു പ്രവാസി മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കളെ നാട്ടിൽ അപ്രോച്ച് ചെയ്തതിന് ശേഷം പവർ ഓഫ് അറ്റോർണിയിൽ അതായത് മൃതശരീരം കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അതോടുകൂടി ഇൻഷുറൻസ്, മറ്റ് ക്ലെയിം എല്ലാം ഇവർ തട്ടിയെടുക്കുന്നു. അത് മില്യൺസാണ്. UAE മില്യൺ കണക്കിന് ദിർഹംസ്, കോടിക്കണക്കിന് രൂപ കിട്ടുന്നത്. അതിൻ്റെ ചെറിയൊരു ഭാഗം പോലും ശരിയായ ഇരകൾക്ക് കിട്ടാത്ത ആയിരക്കണക്കിന് കേസുകളുണ്ട്. അതിനെതിരെ ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ശക്തമായ നടപടിയെടുക്കണം. VS രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ഗുഡ് ഈവനിങ്. മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തെ വെറുതെ വിടാത്ത തട്ടിപ്പാണല്ലോ നടക്കുന്നത്. ഈ കൊള്ളക്കാർക്ക് പിടിവീഴുമെന്ന് തന്നെയല്ലേ എംബസി പറയുന്നത്? സുജ, തീർച്ചയായിട്ടും എംബസിയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. വിദേശത്ത്, പ്രത്യേകിച്ച് ദുബായിലും മറ്റ് അതിനോട് ചേർന്ന എമിറേറ്റ്സിലുമൊക്കെ മരണപ്പെടുന്ന ആളുകൾ നാട്ടിലേക്ക് അവരുടെ മൃതദേഹം എത്തിക്കുമ്പോൾ പല വിധത്തിലുള്ള വ്യക്തികളും ഏജൻസികളുമൊക്കെ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ തട്ടിപ്പുകളിൽ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം എന്നുള്ളതാണ്. നമുക്കറിയാം, ദുബായ് കോൺസുലേറ്റ് വളരെ കൃത്യമായി തന്നെ ഓരോന്നിനുമുള്ള ചെലവ് വളരെ കൃത്യമായ ഒരു ഓർഡറാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡറിൽ ഈ മൃതദേഹം ശുചീകരിക്കുന്നതും കാർഗോയായി കയറ്റി അയക്കുന്നതിനും ഡെത്ത് സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ ഏകദേശം 5400 ദിർഹമാണ് കണക്കാക്കുന്നത്. ആ തുകയ്ക്ക് പുറത്ത് 8000 ദിർഹവും 9000 ദിർഹവും വരെ ഇതിൽ ചാർജ് ഈടാക്കുന്നുണ്ട്. അത് വലിയ കൊള്ളയാണ്. ആ കൊള്ളക്കെതിരായ മുന്നറിയിപ്പാണ് എംബസി നൽകിയിട്ടുള്ളത്. നേരത്തെ KM ബഷീർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൊള്ളക്കെതിരെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വലിയ ജാഗ്രത ഉണ്ടാവണം. കാരണം പ്രവാസികൾ പല വിധത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ മരണശേഷവും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരം തട്ടിപ്പുകാരെ കയ്യോടെ നമ്മൾ പുറത്തു കൊണ്ടുവരണം. അതാരൊക്കെയാണ്, ഏതൊക്കെ ഏജൻസികളാണ് എന്നതിലേക്ക് കൂടി നമ്മുടെ അന്വേഷണം നീട്ടാവുന്നതാണ്. താങ്ക് യു VS രഞ്ജിത്ത്. എന്തൊക്കെയാണല്ലേ നമ്മുടെ ചുറ്റും നടക്കുന്നത്? ഒരു സഹായത്തിന് വിളിക്കുമ്പോൾ ആ സഹായിക്കാം എന്ന് പറഞ്ഞ് അടുത്ത് കൂടുന്നവർ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? അതിന് കൃത്യമായി പിടി വീണിരിക്കുമെന്ന് എംബസി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പിനിരയായാൽ അത് നിങ്ങൾ പോയല്ലോ പോട്ടെ എന്ന് കരുതി വെക്കാതെ കൃത്യമായി അത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക.